ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കണം. അപ്പോൾ നമുക്ക് സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കന് ചെറുതായിട്ട് ക്യൂബായിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പം അങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിൻ്റെ ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ 2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, പിന്നെ അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണ് തൈര് ഇട്ടാൽ. പുളിയില്ലാത്ത തൈര് ആണെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ വരെ ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ പുളിയില്ല തൈരാണ്, അതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തത്. പിന്നെ 1/2 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ട് നല്ലോണം കൈ വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. അങ്ങനെ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇത് ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ഷാലോ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഓയിൽ ചൂടായി വരുമ്പം അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ചിക്കനിൽ വെള്ളമെല്ലാം ഒന്ന് പുറത്തേക്ക് വരണം, അതുവരെ ഒന്ന് ഫ്രൈ ആക്കുക ലോ ഫ്ലെയിമിലിട്ടിട്ട്. പിന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അത് നമ്മൾ സാധാ ഫ്രൈ ചെയ്യുന്നത് പോലെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അതിൻ്റെ കളറൊന്ന് ചേഞ്ചായി വരുന്നത് വരെ ഫ്രൈ ആക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ചിക്കനെല്ലാം വെള്ളമെല്ലാം പുറത്തേക്ക് വരണം. എന്നിട്ട് ഇതുപോലെ അത് വറ്റിയിട്ട് ചിക്കനെല്ലാം നല്ലോണം ഡ്രൈ ആയിട്ട് വരണം കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് കാഷ്യൂനട്ടിൻ്റെ പേസ്റ്റാണ്. ഒരു 4-5 കാഷ്യൂനട്ട് എടുത്ത് സോക്ക് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ പേസ്റ്റാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ ചിക്കൻ ഒന്ന് ഡ്രൈ ആയിട്ട് വരുമ്പം അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഇത് ജസ്റ്റ് ഒന്ന് മിക്സായിട്ട് ഒരു 30 സെക്കൻഡ് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ആക്കുക. പിന്നെ അത്ര കുക്കാക്കണ്ട, ജസ്റ്റ് മിക്സ് ചെയ്യുക, അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ആക്കുക കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഫില്ലിങ്ങിൽ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടത് ഒരു കോഴിമുട്ടയാണ്. അപ്പോൾ ഒരു കോഴിമുട്ട പൊട്ടിച്ചിട്ട് ഒന്ന് പാത്രത്തിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കുക കേട്ടോ. ഇതിലേക്ക് ഒന്നും ചേർക്കേണ്ട, വെറും മുട്ട മാത്രം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാം. പിന്നെ വേണ്ടത് ഇതിലേക്ക് മയോണൈസാണ്. അപ്പോൾ ഞാൻ 1/2 കപ്പ് മയോണൈസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഒരു ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ വേണ്ടത് ഇതിലേക്ക് നമ്മുടെ പെപ്പർ പൗഡറില്ലേ, അതാണ്. അത് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ടിട്ട് ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളുടെ കയ്യിൽ റെഡ് ചില്ലി സോസ് ഉണ്ടെങ്കിൽ അതും കൂടി കുറച്ച് ഒഴിച്ച് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണോളം ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് അതും ഒന്ന് മിക്സ് ചെയ്തിട്ട് സൈഡാക്കി വെക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ സ്നാക്കിൻ്റെ എണ്ണ അനുസരിച്ചിട്ട് ബ്രെഡ് എടുത്താൽ മതി. ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 ബ്രെഡ് വേണം കേട്ടോ. അപ്പോൾ ഞാൻ 10 ബ്രെഡ് എടുത്തിട്ടുണ്ട്, 10 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഒരു കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് എല്ലാം ഒരേ ഒരു സൈസിൽ ആയി കിട്ടാനാണ് കേട്ടോ ഇങ്ങനെ കട്ടർ വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പം ഏത് ഷേപ്പിലുള്ളതായാലും കുഴപ്പമില്ല, അത് നിങ്ങളിഷ്ടം പോലെ ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ബ്രെഡ് സോഫ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോഴേക്കും നല്ല സോഫ്റ്റായിട്ട് വരും. നമ്മൾ മിൽക്ക് ബ്രെഡെല്ലാം പോലെ നല്ലോണം സോഫ്റ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ ബാക്കി ഇതും കൂടി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പം എല്ലാം ഒരേ സൈസാണ് കേട്ടോ. ഇതുപോലെ വെക്കുമ്പം രണ്ടും ഒരേ സൈസിൽ കിട്ടണം. അപ്പോൾ ഒരു കട്ടർ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ കേട്ടോ. അപ്പം ഇനി ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഇതുപോലെ 2 എണ്ണം ഇങ്ങനെ മേലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ചപ്പാത്തി റോളറില്ലേ, അത് വെച്ചിട്ട് ഒന്ന് നല്ലോണം പരത്തി കൊടുക്കുക. നല്ലോണം പ്രസ് ചെയ്തിട്ട് അത് രണ്ടും തമ്മിൽ നല്ലോണം ഒട്ടിപ്പിടിക്കണം കേട്ടോ. അതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. ഇങ്ങനെ സ്ലൈസ്, നമ്മുടെ നേരിയ സ്ലൈസ് ഇല്ലേ, അതുപോലെ ആവണം കേട്ടോ.
നമ്മുടെ ചീസിൻ്റെ എല്ലാം സ്ലൈസില്ല അതുപോലെ ഇതാ ഇങ്ങനെ ഈ ഒരു തിക്നെസ്സിൽ നല്ലോണം പ്രസ് ചെയ്തിട്ട് പരത്തി കൊടുക്കുക. എന്നിട്ട് ഒട്ടുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതാ കൈ വെച്ചിട്ട് ഒന്നിങ്ങനെ സൈഡെല്ലാം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇനിയിപ്പം നമുക്കിതുപോലെ തന്നെ ബാക്കിയുള്ളതും പരത്തിയെടുക്കാം. രണ്ടെണ്ണം വെച്ചിട്ട് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ നമുക്ക് മുട്ടയിലും ബ്രെഡ് ക്രംസിലെല്ലാം കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയും പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ആദ്യം ഇതുപോലെ ഒന്ന് മുട്ടയിൽ ഡിപ്പ് ചെയ്യുക. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. നല്ലോണം ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് എല്ലായിടത്തും ബ്രെഡ് ക്രംസ് എത്തണം ആ ഒരു വിധത്തിൽ കോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ ഫുള്ളായിട്ട് എല്ലാ ബ്രെഡും ഞാൻ ഇങ്ങനെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ആക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഓയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പം നമുക്ക് നമ്മുടെ കോട്ട് ചെയ്ത് വെച്ച ബ്രെഡ് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നല്ലോണം ചൂടാവണ്ട ഓയിൽ, ജസ്റ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. കാരണം ബ്രെഡല്ലേ അപ്പോൾ പെട്ടെന്ന് തന്നെ കളർ മാറി വരും. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾ പൂരിയൊക്കെ ചുടുമ്പോൾ ഇങ്ങനെ പൊങ്ങി വരില്ലേ, അതുപോലെ പൊങ്ങി വരും. അപ്പോൾ തന്നെ ഒന്ന് തിരിച്ചിട്ടിട്ട് മറ്റേ സൈഡും കൂടി കളർ ചേഞ്ചായി വരുമ്പം കോരി മാറ്റാം കേട്ടോ. അങ്ങനെ ഇതാ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ഇത് കോരി മാറ്റാം. അങ്ങനെ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഫ്രൈ ആക്കി എടുക്കണം. അങ്ങനെ ഇതാ ഞാൻ ഫുള്ളായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇതാ ഇതുപോലെ ക്രോസ് ആക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടില്ലേ. ഇനിയിപ്പോൾ ഇത് ഫില്ല് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഇതാ ആദ്യം ഞാനൊരു കസിൻ്റെ ലീഫ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാനൊരു സാലഡ് ആക്കിയിട്ടുണ്ടായിന്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാലഡ് യൂസ് ആക്കാം കേട്ടോ. ഞാൻ കുറച്ച് ക്യാബേജും ക്യാപ്സിക്കും കട്ട് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് വിനീഗറും ഉപ്പും കുറച്ച് ചില്ലി ഫ്ലേക്സും ഇട്ടിട്ട് ആക്കിയതാണ് കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കൻ്റെ ഫില്ലിങ്ങും കൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നമ്മൾ റെഡിയാക്കി വെച്ച മയോണൈസും കൂടി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ സ്നാക്ക് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പം ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ കുറച്ച് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫില്ലിങ് ചെയ്യുന്നതെല്ലാം നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യുക. അപ്പോൾ ഇതാ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി റെഡിയാക്കി എടുക്കണം. അങ്ങനെ ഇതാ നമ്മൾ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. കുട്ടികൾക്കെല്ലാം പ്രത്യേകിച്ച് നല്ലോണം ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും ഇതുപോലെ നല്ല നല്ല വീഡിയോസും റെസിപ്പീസും ഒക്കെ ആയിട്ട് വരാം. അതുവരെ അസ്സലാമു അലൈക്കും.